അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പരിപാടി ഷെയ്ഡിന് ഒരാഴ്ചയ്ക്കുള്ള ചിക്കൻ വാങ്ങി സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഡണ്ണായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കോസ്മെറ്റിക്സ് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ കുറച്ച് അവിടെയും കുറച്ച് ഷോപ്പിംഗ് പരിപാടികൾ, കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ നമ്മൾ അവിലിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ കയറി, ചാലക്കുടിയിലുള്ള പാനിപൂരി കഴിക്കാൻ. ഓ മൈ ഗോഡ്! ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഞാൻ പാനിപൂരി കഴിച്ചിട്ട് പിന്നെ അതേ ഒരു വേവ് ലെങ്ത്തിൽ ഞാൻ പാനിപൂരി കഴിച്ചിരിക്കുന്നത് ഈ അവിലിൽ നിന്നാണ് കേട്ടോ. കിടിലൻ സാധനം കിട്ടും അവിടെ. ഞാൻ പാനിപൂരി പ്രാന്തിയാണ്. ഇങ്ങനെ പാനിപൂരി ഒബ്സസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ കേട്ടോ. നമുക്കൊരു ദിവസം ഒന്നിച്ചങ്ങ് പാനിപൂരി കഴിക്കാൻ പോയാലോ? ഓക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അനിയത്തിയുടെ ഐസ്ക്രീമിൻ്റെ 2 സ്പൂണൊക്കെ തോണ്ടി. അപ്പോഴത്തേനും എൻ്റെ പാനിപൂരി വന്നു. കണ്ടോ എൻ്റെ മുഖത്ത് ആ സന്തോഷം കണ്ടോ? എനിക്കിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ കുളിക്കാനായിട്ട് മുടിയിൽ എണ്ണയൊക്കെ തേച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഇറങ്ങിയത് കേട്ടോ. അതാണ് പശു നക്കിയ പോലെ എൻ്റെ മുടി ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേനും പൊന്നുവിന് ക്ഷീണം, എനിക്ക് കരിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരിക്കൊക്കെ വാങ്ങി. കാരണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവും. ആ ക്ഷീണം തീരണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കണം, ഷേക്ക് കുടിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന് കുറച്ച് അവക്കാഡോ, മുന്തിരി കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ റിട്ടേൺ പോവാണ് വീട്ടിലോട്ട്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ മുന്തിരി കുറച്ച് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെച്ചു. കാരണം ബേബിക്ക് കൊടുക്കാനുള്ളതാണല്ലോ. പിന്നെ അവക്കാഡോ കാര്യങ്ങളൊന്നും നമ്മൾ കഴുകി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിൽ കയറ്റി. പിന്നെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ടിഷ്യൂലൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി വെച്ചു. അത്രയേ ഉള്ളൂ.